എന്താ ഏട്ടാ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ഒരു 9-നും 9:15 ഇടയ്ക്ക് ഈ നമ്മുടെ സ്കൂളിൻ്റെ തേവലക്കര സ്കൂളിൻ്റെ അകത്ത ഹാളിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പ് തട്ടി കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ചെരുപ്പ് തട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിച്ച് ഒരു തവണ ഈ ചെരുപ്പ് ഈ ഷെഡിൻ്റെ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടെ സൈക്കിൾ ഷെഡിൻ്റെ പുറത്തേക്ക് വീണു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭിത്തിയുടെ ഇടയ്ക്കൂടെ ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് ഇത് വീണത്. അപ്പോൾ അവിടെ അന്നേരം ഈ പയ്യനെന്ത് ചെയ്ത് ഈ ഡെസ്ക് പിടിച്ചിട്ടിട്ട് അടുത്തുള്ള തടിയുടെ സ്ക്രീനുണ്ട്, ആ സ്ക്രീനിൻ്റെ പുറത്ത് കയറി. ഇപ്പോൾ കൂടെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ പറഞ്ഞു, ആ കയറിലേ ഇതിനെ കയറിലേടാന്ന് പറഞ്ഞ് അവൻ്റെ കാലേ വരെ കയറി പിടിച്ചു. എന്നിട്ട് ഈ പയ്യൻ അങ്ങ് മേളിൽ കയറി, ഇതിൻ്റെ ഭിത്തിയുടെ മേളിൽ കൂടെ അങ്ങ് കയറി ആ സൈഡിൽ ഇടിക്കൂടെ പലക അടിച്ചിട്ടുണ്ട്. ആ പലകയുടെ ഇടിക്കൂടെ സൈക്കിൾ ഷെഡിൻ്റെ പുറത്തേക്ക് കയറി. സൈക്കിൾ ഷെഡിൻ്റെ പുറത്ത് കയറി ചെരുപ്പ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് ചാടി ഇറങ്ങുകയും, ഇപ്പോൾ ചരിഞ്ഞ ആണ് അതിൻ്റെ ഷീറ്റുള്ളത്, ടിൻ ഷീറ്റാണ്. അപ്പോൾ അതിലോട്ട് ചാടി ഇറങ്ങി ഈ പയ്യൻ തെറ്റി താഴോട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലുള്ള 3 ഫേസ് ലൈനുണ്ടായി. ആ 3 ഫേസ് ലൈനിനകത്തോട്ട് കയറി പിടിക്കുകയായിരുന്നു. ഈ താഴെ വീഴാതിരിക്കാൻ വേണ്ടി കയറി പിടിച്ചതാണ്. ഈ സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ കൂടെയാണ് വൈദ്യുതി കമ്പി പോയിരുന്നത്. സൈക്കിൾ ഷെഡിൻ്റെയും സൈഡിൽ കൂടെ, അതിനും ഇപ്പുറത്തൂടെ പോയിരിക്കുന്നത്. അപ്പോൾ ഈ താഴെ വീഴാതിരിക്കാൻ വേണ്ടി എത്തിയാലും പിടിച്ചത്. അപകടം സംഭവിച്ചതാണ്. അപകടം സംഭവിച്ചതാണ്. നല്ല താഴ്ചയിലായിരുന്നു വൈദ്യുതി കമ്പി ഉണ്ടായിരുന്നത്? അല്ല, അതിപ്പോൾ മുകളിൽ കൂടെ തന്നെയാണ്. അതിൻ്റെ പുറകിലുള്ള വീട്ടുകാർക്ക് ഈ ലൈനാണ് കറണ്ട് ഉപയോഗിക്കുന്നത്. സ്കൂളിലത് സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള പോസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പം ഈ വീട്ടുകാരൊക്കെ എവിടെ ഉള്ളത്? അവരുടെ വീട്ടുകാർ അച്ഛനും അവരെ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം ഇപ്പോൾ വന്ന് അവരെ കണ്ടതിന് ശേഷം വീട്ടിലോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കാം. ഇത് ഏത് സ്കൂളല്ലേ? ഏത് മാനേജ്മെൻറ്റാണ് ഇത് സ്കൂൾ നടത്തുന്നത്? തേവലക്കര ബോയ്സ് ആൻഡ് ജനകീയ മാനേജ്മെൻറ്റാണ്. ജനങ്ങളുടെ ഒരു അനാസ്ഥയുടെ കാര്യം. ഈ കുട്ടികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, കുട്ടികൾ വേറെ സ്ഥലമാണ്. ഇപ്പോൾ വൈദ്യുതി കമ്പി ഈ ഒരു സൈക്കിൾ ഷെഡിൻ്റെ പൊക്കം നമുക്കറിയാം, അതിനോട് ചേർന്ന് തന്നെ വൈദ്യുതി കമ്പി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരു അനാസ്ഥ ഉണ്ടാകും. ചേർന്നല്ല, ഈ സൈക്കിൾ ഷെഡും കഴിഞ്ഞിട്ടാണ് ഈ ഷെഡ് കഴിഞ്ഞ് ഈ പയ്യൻ തെറ്റി വന്നപ്പോഴാണ് ഇതിലേക്ക് കയറി പിടിച്ചത്. അപ്പോൾ അതിലാണ് ആ ഭിത്തി ബിൽഡിങ്ങിൽ നിന്ന് അകലത്തിലാണ്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ആ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഞങ്ങളാ പഠിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ സ്കൂളിൽ ഇതൊന്നും സൈഡൊന്നും മറച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഈ ഈ ഭിത്തിയുടെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതുപോലും കൊണ്ട് മറച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടാണ് ഈ പയ്യൻ ഇങ്ങനെ. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടമായത്. നമ്മൾ എത്ര ന്യായീകരിച്ചാലും ഇതൊരു അപകടം ഞാൻ ന്യായീകരിച്ചില്ല, നടന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുള്ളൂ. കാര്യം പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ്. ആ സമയത്ത് ഈ ഇത്രയും വൈദ്യുതി കമ്പി തൊട്ടടുത്തായിരുന്നു നാട്ടുകാരടക്കം പറയുന്നുണ്ട്, പരാതിയായിട്ട് പറയുന്നുണ്ട്. വൈദ്യുതി കമ്പി ആ ഭിത്തിയിൽ നിന്ന് നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ നിങ്ങൾക്കറിയാം. അതിൽ നിന്നും ഞങ്ങളൊക്കെ ഒരു 10-30 വർഷത്തിന് മുമ്പ് പഠിച്ച സ്കൂളാണ്. അന്നും ഈ നമ്മുടെ സ്കൂളിൻ്റെ ബാക്കിലുള്ള വീട്ടുകാർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ലൈൻ. എന്താണ് മറ്റു നടപടികൾ നമ്മൾ ഈ മൃതദേഹം സംബന്ധിച്ച്? എന്തായാലും അമ്മ തുർക്കിയിലാണ്. അമ്മയെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയും കൂടെ വന്നതിന് ശേഷം ബാക്കിയുള്ള നടപടികൾ ചെയ്യത്തുള്ളൂ. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് നടപടികൾ ഇപ്പം നടക്കും. അതുതന്നെയാണ് ഈ പ്രദേശവാസിയായിട്ടുള്ള വ്യക്തിയുടെ പ്രതികരണമാണ്. സ്കൂൾ മാനേജർ അടക്കമുള്ള അതെ, സ്കൂൾ മാനേജറാണ്. എന്തായിട്ടാണ് അവർ സംഭവിച്ചത്? എന്തായാലും വേദനാജനകമായ കാര്യമാണ് സംഭവിച്ചത്. രാവിലെ സ്കൂള് 9:45 തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾ അവിടെ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴും അതിൽ ഒരാളുടെ ചെരുപ്പ് മുകളിൽ പോയി. അപ്പോൾ കേരളയെന്ന് മറ്റു കുട്ടികൾ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പുറത്തൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ കയറാൻ പറ്റുന്ന സ്ഥലമൊന്നും അവിടെ ഇല്ല. ഇടയ്ക്കൂടെ കയറി അതിൻ്റെ തെറ്റിപ്പോയതായിരിക്കും. വളരെ വേദനാജനകമായ സംഭവമായിപ്പോയി. എന്താണ് അടുത്ത നടപടി? നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതാ? വീട്ടിൽ അമ്മ വന്ന ശേഷമായിരിക്കും ബാക്കി സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളുണ്ടാവും. അവരുമായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും. ഈ വൈദ്യുതി കമ്പി വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഈ വൈദ്യുതി കമ്പിയിൽ തൊട്ടടുത്തായിരുന്നു, അതായത് കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു? അങ്ങനെ ആയിരുന്നില്ല. ഷെഡിൻ്റെ മുകളിലാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അതിലേക്ക് പോകുന്ന ലൈനാണ്. ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അതിനകത്ത് മുകളിൽ കയറി അങ്ങനെ ആരും കരുതുന്നില്ലല്ലോ. അതാണ് സംഭവിച്ചു പോയത്. അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. ഒരു ബെഞ്ച് വലിച്ച് അവിടേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ആ ഷീറ്റിന്റെ മുകളിൽ ഒരു ബെഞ്ച് വലിച്ചിട്ടിട്ടാണ് ആ കുട്ടി അവിടേക്ക് കയറിയിട്ടുള്ളത്. ഷീറ്റിന്റെ മേളിൽ ബെഞ്ചില്ല. ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ബെഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ച് അറിയാൻ സാധിക്കുമായിരിക്കും.
ബെഞ്ച് തട്ടിയതാണ്, രണ്ടാമത് എടുത്തതാണ്. രണ്ടാമത് ഈ കുട്ടി കുരുങ്ങി കിടക്കുന്നതുകൊണ്ട് ബെഞ്ചിട്ട് തട്ടിച്ചിട്ടതാണ്. അങ്ങനെ വന്ന ബെഞ്ചാണ്. അവിടെ ബെഞ്ചൊന്നും വെക്കത്തില്ല. അതായത് കുട്ടിയെ തിരിച്ചെടുക്കാൻ വേണ്ടി എത്തിയതാണ്. കുഞ്ഞിന്റെ മുത്തശ്ശനാണ്, അച്ഛൻ്റെ ചേട്ടനാണ്. എന്താ സംഭവം? നമ്മൾ ഇതിനെപ്പറ്റൊന്നും അറിഞ്ഞില്ല. ഇന്ന് രാവിലെ ഈ വിവരം അറിയാം. ഇതുപോലെ കുഞ്ഞിനെ കറണ്ടടിച്ച് ആസ്പത്രിയിൽ തന്നെ പള്ളിക്കുടുത്ത് വെച്ചാന്നുള്ളത്. എങ്ങനെ സംഭവിച്ചു എന്തോന്ന് നമുക്കറിയാൻ വയ്യ. അതിനാണ് കണ്ട ക്യാപ്പോ ലൈനോ ആയിട്ടൊക്കെ പോയെന്ന് പറയുന്നിട്ട് ഇത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഭാഗത്തൊക്കെ ഇതൊക്കെ അവർക്ക് ഗവനിക്കേണ്ടേ എൻ്റെ സാർ? ഇതെല്ലാം അവർ ഗവനിക്കേണ്ടേ എൻ്റെ? കുഞ്ഞുങ്ങൾ കളിക്കുകയും എടുക്കുകയും ചാടിയും ഓടിയൊക്കെ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ ലൈൻ എങ്ങനെയുണ്ട്, ഈ ക്യാപ്പ് എങ്ങനെയുണ്ട്, എന്തുവാന്നൊരു വീട് അറിയാൻ വയ്യ. അങ്ങനെ സംഭവിച്ചത് എന്തുവാന്നൊരു പിടിയും നമുക്കറിയത്തില്ല. ചേട്ടൻ്റെ ദുഃഖത്തിൽ കൃത്യമായി പങ്കുചേർന്ന് കളജിരിയോടുകൂടി സ്കൂളിൽ പോയതാണ്. രാവിലെ എൻ്റെ വീട്ടിൽ 1-ാം തീയതി ഇരിക്കേണ്ടി ഇന്ന് സമയം പോയെന്ന് എൻ്റെ കുഞ്ഞങ്ങ് പോയതാ. രാവിലെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിൽ കയറി പോകുന്നത്. അങ്ങനെ പോയപ്പോൾ ഇപ്പം ഞങ്ങൾ അറിയുന്നില്ല ഈ ഒരു സംഭവം. ദിവിഷ മാധു എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ സാധിക്കും? ആ കുട്ടിയുടെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്, അച്ഛൻ്റെ സഹോദരനാണ്. ആ മനുഷ്യൻ്റെ കണ്ണീരാണ്. ഇന്ന് രാവിലെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോയൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മാനേജർ അടക്കമുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയല്ല. ഈ പറയുന്ന ഈ സൈക്കിൾ ഷെഡിൻ്റെ തൊട്ട് അല്പം അകന്ന് മാറിയാണ് ഈ വൈദ്യുതി കമ്പി പോകുന്നതെന്നൊക്കെ ഉള്ളൊരു പ്രതികരണമാണ് വന്നത്. പക്ഷേ അതൊക്കെ അന്വേഷണത്തിൽ പറയേണ്ടതാണ്, അന്വേഷണത്തിൽ പരിശോധന നടത്തേണ്ടതാണ്. തന്നെയായാലും ഒരു കൃത്യമായിട്ടുള്ളൊരു വീഴ്ച ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം കണ്ടതാണ്. ഇപ്പോഴും ആ മുഖത്ത് ചിരി മാറിയിട്ടില്ല. ചിരിച്ച മുഖത്തോടു കൂടി ഒരു സൗമ്യനായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിറചിരികളോടുകൂടി ഇന്ന് സ്കൂളിലേക്ക് വന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഇപ്പോൾ ജീവശവമായി മാറി ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ കാണേണ്ട ഒരു അവസ്ഥ വരുന്ന ബന്ധുക്കളുടെ അവസ്ഥ. അച്ഛൻ്റെ മറ്റ് മുത്തശ്ശനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അധ്യാപകർ അവരെ കൂട്ടി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ജനപ്രതിനിധികളടക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അമ്മ തുർക്കിയിലാണ് ജോലി ചെയ്യുന്നത്. അമ്മ വന്ന ശേഷം മാത്രമായിരിക്കും മറ്റ് ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ പോവുക.